നമ്മൾ 52 ചിത്രങ്ങളോട് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ കണക്ക് എഴുതിയിട്ടേ ഇല്ല. ഞാൻ ഫുൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ ക്യാരക്ടറിന്റെ പേര് വരെ ഞാൻ എഴുതും, ക്യാമറാമാന്റെ പേര്. അതെന്റെ ഭാവിയിൽ എനിക്ക് ചേട്ടന്റെ എത്രയോ കളക്ഷൻസ് എന്നോട് പല പത്രക്കാരും ചോദിച്ചു. എനിക്ക് വന്നിരിക്കുന്ന വലിയ ബുദ്ധിമുട്ട് പല ചിത്രങ്ങളുടെ പേരറിയില്ല, പല സംവിധായകരെ ഓർക്കാൻ ബുദ്ധിമുട്ടുന്നു. അല്ല ഏട്ടാ, ഇപ്പൊ ചേട്ടൻ കമ്പ്യൂട്ടറിൽ കയറ്റിക്കൂടെ വിക്കിപീഡിയ? അതൊക്കെ അത് ആലോചിച്ചാൽ എടുത്തോണ്ടിരിക്കുകയാണ്. അതൊരു ശ്രമമാണ്. 10-35 വർഷത്തെ ചിത്രങ്ങളുടെ എണ്ണം ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട്. എൻ്റെ പല സുഹൃത്തുക്കളും സഹായിക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ ഈ 10-58 ചിത്രങ്ങൾ അഭിനയിച്ചു എന്നല്ലാതെ ഞാനും ചേട്ടൻ തമ്മിൽ വേറെ സെറ്റിൽ കണ്ട നമസ്കാരം പറയും, പിന്നെ പോകുമ്പോൾ എന്നെ കണ്ട ശരി ഒച്ചേ, ഇത് മാത്രമാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ചേട്ടൻ സമയം ഇരുന്നിട്ട് പോലും ഇല്ല ഞാൻ ലൊക്കേഷനിൽ സത്യത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഈക്വൽ ഇരുന്ന് പറയാൻ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഷെയർ ചെയ്ത പ്രേക്ഷകർക്ക് ഒരു താല്പര്യം കാണുമല്ലോ. അതിനുവേണ്ടി കൽപ്പന ജഗദീശ്കുമാറിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ഒരു സന്തോഷത്തിലായിട്ട് മിക്കവാറും വാങ്ങിയ ഒരു മുട്ട് മടക്കും, അല്ലെങ്കിൽ കൽപ്പനയെ മുട്ട് മടക്കി, ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ചിന്ത. തീർച്ചയായിട്ടും. അപ്പൊ അവർക്കും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ്. അവർക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം ചേട്ടാ. അല്ല, അവർക്ക് അറിയാത്തത് പറയണം. ഇപ്പൊ നമ്മൾ ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, നമ്മളെക്കാൾ കൂടുതൽ മാന്യ പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും. ചിലപ്പോൾ നമ്മുടെ പല കഥാപാത്രങ്ങളും നമ്മൾ മറന്നുപോയത് അവർ നെഞ്ചിലേറ്റി കൊണ്ട് നടക്കുന്നുണ്ടാവും. അപ്പം അല്ലാതെ അവർക്കും കൂടി താല്പര്യത്തിന് ഉതകുന്ന കാര്യങ്ങളാണ് ബെറ്റർ എന്ന് തോന്നുന്നു. ഏറ്റവും മെയിൻ കാരണം എന്ന് പറഞ്ഞാല് ചേട്ടന്റെ അച്ഛനും എന്റെ അമ്മയും നായികമാരുടെ അഭിനയിച്ചു. ജഗതി എൻ കെ ആചാരി, വിജയലക്ഷ്മി നാടകങ്ങൾ. അന്ന് സിനിമ ഇത്ര പ്രചാരം കിട്ടിയിട്ടുള്ള ഒരു മീഡിയമല്ല. തന്നെയല്ല അന്ന് സ്ത്രീകൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിന് ഭയങ്കരമായ വിലക്കുണ്ടായിരുന്ന സമയമാണ്. നല്ല ആർട്ടിസ്റ്റാണ്. പിന്നെ വിജയലക്ഷ്മി ചേച്ചി, കൽപ്പനയുടെ അമ്മ. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. BJT ഹാൾ. അതെ, അദ്ദേഹം തന്നെ എഴുതി, എൻ്റെ ഫാദർ തന്നെ എഴുതി. അവർ തന്നെ ഒരു പൊന്മുട്ടയിടുന്ന താറാവ്, പിന്നെ പൊടിക്കൈ, കറക്ക് കമ്പനി, ഞാണിൽമേൽ കളി, ഇങ്ങനെയൊക്കെ ചില നാടകങ്ങൾ തിരുവനന്തപുരത്ത് BJT ഹാളിൽ എല്ലാ ഞായറാഴ്ചയും ഉണ്ടാകുമായിരുന്നു. ജനങ്ങൾക്ക് സൗജന്യ പ്രവേശനമായിരുന്നു. ഇവർക്കും ശമ്പളമില്ല, അവരവരുടെ ഒരു താല്പര്യത്തിന് വേണ്ടി. പക്ഷെ നമ്മൾ ക്ഷണിക്കുന്ന അഭിനേത്രികൾക്ക് നടന്മാരെല്ലാം കൂടി ചേർന്ന് ഒരു തുക കൊടുക്കും, കൂടിപ്പോയാലൊരു 100 രൂപ. പക്ഷെ രൂപയിലല്ല. അത്രയും വലിയ പ്രഗത്ഭമതികളോടൊപ്പം നിന്ന് അഭിനയിക്കുക, വളരെ പ്രബുദ്ധരായ പ്രേക്ഷകരുടെ മുമ്പിൽ ഒരു നാടകം എഴുതി അവതരിപ്പിക്കുക, അതൊക്കെയാണ് എൻ്റെ ത്രില്ല്. അതിന് BJT ഹാൾ നിറഞ്ഞു കവിഞ്ഞൊഴുകും. ഇന്നത്തെ അതിൻ്റെയൊക്കെ ഒരു 1/3 പോലും എനിക്കില്ല സത്യത്തിൽ. അതൊക്കെ എഴുതുകയും ചെയ്യും ഹ്യൂമർ. ഞാൻ എഴുത്ത് കുറവാണ്, എഴുതും അഭിനയിക്കുകയും ചെയ്യും. ഓൾ ഇന്ത്യ എൻ്റെ അമ്മയുടെ കഴിവിന്റെ ഒരു 20% പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കിട്ടത്തില്ല. അല്ല, അതുകൊണ്ടായിരിക്കും ചേട്ടാ നമുക്കിങ്ങനെ നന്നായിട്ട് ഹ്യൂമർ ചെയ്യാൻ പറ്റാൻ നമ്മുടെ പൈതൃകം നമുക്ക് കിട്ടിയത് കൊണ്ടാവും. തീർച്ചയായിട്ടും അത് വേണം. പൈതൃകം ഒരു ഘടകമാണ് ഹ്യൂമറിന്റെ കാര്യത്തിൽ. പിന്നെ ചേട്ടാ വേറൊന്നുള്ളത്, ഈ അന്ന് ചേട്ടന്റെ അച്ഛനും എൻ്റെ അമ്മയും നായയുടെ നമ്മൾ ചിന്തിച്ചു കാണോ പിൽക്കാലത്ത് ഇവരുടെ മക്കളും ജോഡിയായിട്ട് അഭിനയിക്കുന്നുണ്ട്. അവരെ ചിന്തിച്ചില്ല. എന്നിട്ട് എന്നോടൊരു പത്രത്തിൽ ചോദിച്ചു ചേട്ടാ, ഇപ്പൊ 3 വർഷത്തിന് മുമ്പ് ഇനി ജഗതി ചേട്ടന്റെ മോന്റെ കൂടെ കൽപ്പന ചേച്ചിയുടെ മോൾ അഭിനയിക്കുമെന്ന് ചോദിച്ചു. പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതൊക്കെ നമ്മുടെ കയ്യിലല്ല. അല്ല ചേട്ടാ, അതുപോലെ തന്നെ നമ്മൾ ഹ്യൂമറിൽ വന്നത് ചേട്ടൻ ഓർമ്മയുണ്ടോ? ഞാൻ സായാഹ്നത്തിന്റെ സ്വപ്നം, ഭരതൻ സാറിന്റെ പടം. അവിടെ വെച്ചല്ലേ ചേട്ടൻ എന്നോട് ചോദിച്ചു, ആകെപ്പാടെ എനിക്ക് അതിലുള്ള 2 ഡയലോഗ് മറ്റേ ഉള്ളൂ. പക്ഷെ ചേട്ടൻ എന്നോട് ചോദിച്ചു, നിനക്ക് ഹ്യൂമർ സെൻസ് ഉണ്ട്, എന്തുകൊണ്ട് കോമഡിക്ക് വന്നുകൂടാൻ ചേട്ടൻ ചോദിച്ച ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കോമഡി ചെയ്യാൻ താല്പര്യമില്ല, ഇല്ലെങ്കിൽ നിന്റെ ഇഷ്ടം, പക്ഷേ നിനക്ക് അതിനോട് ടാലന്റ് ഉണ്ടെന്ന് ചേട്ടൻ എന്നോട് പറഞ്ഞു. അതിന് ശേഷം ചേട്ടാ വേറൊന്നുള്ളത്, ഈ ഞാൻ എപ്പോഴും വിചാരിക്കും ഏറ്റവും ടഫ് ഹ്യൂമറാണെന്ന് പറയും. പക്ഷെ എന്തുകൊണ്ട് ചേട്ടാ ഈ വരുന്ന ഒരു പെൺകുട്ടിയോ ഒരു ആൺകുട്ടിയോ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നാൽ ജഗതിയോ കൽപ്പനയോ ആവണമെന്ന് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതെന്താണ് ചേട്ടാ? അത് ടഫായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടായിരിക്കും അവർക്ക് ടഫായതൊന്നും സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇതിന് ജന്മസിദ്ധമായ വാസന വേണം ഹ്യൂമർ ചെയ്യാൻ. പിന്നെ അതത്ര എളുപ്പമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അറ്റംപ്റ്റ് ചെയ്ത് അത് മോശപ്പെട്ട അവസ്ഥയിലാക്കുന്നതിലും നല്ലതല്ലേ അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുക. തീർച്ചയായിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഹീറോയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ പ്രേക്ഷകരുടെ ഇടയിലുള്ള അവർ കാണുന്ന ഒരു സ്ഥാനവും അതിൻ്റെ പിന്നിലുള്ള സാമ്പത്തികവും ഒക്കെയാണ് അത് നോട്ടം. അതുകൊണ്ട് തന്നെ ആവാം. പിന്നെ ഇത് വളരെ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടെ അഭിനയിക്കുമ്പോൾ ഇത് വളരെ എളുപ്പമാണ് എന്ന് പ്രേക്ഷകന് തോന്നിക്കുന്നത് തന്നെ ഇത് വളരെ ടഫായതുകൊണ്ടാണ്. ആ ചേട്ടൻ ഓർമ്മയുണ്ട്, നമ്മൾ ആ പരദേശികളായിട്ട് ഇങ്ങനെ കക്കാൻ വരുമ്പോൾ ചേട്ടൻ ഒരു പാട്ട് പറഞ്ഞു തന്നില്ലേ? ഞാൻ ചോദിച്ചില്ലേ, ഗുജറാത്തികളായിട്ട് ബംഗാളിൽ നിന്ന് വെള്ളപ്പൊക്കം
പിന്നെ കെടുതി കാരണം വരുന്നതായിട്ട് നോക്കി വീട് നോക്കി വെക്കാൻ രാത്രി എന്നിട്ട് രാത്രി കക്കാൻ വീടും ഒക്കെ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞ കഥ. അപ്പൊ ചേട്ടൻ പറഞ്ഞെങ്കിൽ ഭയങ്കര ഇഷ്ടമാ വൈഷ്ണവ ജന്നതോ തേരേ സഖി. മീരാ ഭജനാണത്. മനോഹരമായ ഒരു മീരാ ഭജന്റെ ഒരു ഹാസ്യാത്മകമായ അനുകരണമാണത്. അതെ, അനുകരണം എന്ന് വെച്ചാൽ ചേട്ടൻ പറഞ്ഞത് ലിറിക്സ് കറക്റ്റ് ആയിട്ട് എന്നോട് പറഞ്ഞില്ലേ, നീ ഡബ് ചെയ്യുമ്പോ ഈ കൊങ്ങാക്കി പിടിച്ചതുപോലെ ഡബ് ചെയ്യണം. വൈഷ്ണവ ജന്നതാ നിന്നെ കുറെ പാടി കേൾപ്പിച്ച് ആ പാട്ടിന്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ എവിടെ പോയാലും. അത് എന്റെ വീട്ടിൽ വന്നവരാ ഇവര്, ഭാര്യയും ഭർത്താവും കൂടെ. ഈ എന്തെങ്കിലും ആഹാരത്തിന് വഴി വേണ്ട ഇങ്ങനെ ഒരു പാട്ടും പാടി ഒരു ഹാർമോണിയം ഒക്കെ ആയിട്ട്.